കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ച് ബ്രിട്ടീഷ് മരുന്ന് കമ്പനി ആസ്ട്രാസെനക്. വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ സമ്മതിച്ചതിന് പിന്നാലെയാണ് കമ്പനിയുടെ നീക്കം. ലോകവ്യാപകമായി വാക്സിൻ നിർമ്മാണവും വിതരണവും നിർത്തിവെച്ചു. ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മെറിൻ മേരി ചാക്കോ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. കോവിഡിനുള്ള കോവിഷീൽഡ് വാക്സിൻ ഇപ്പോൾ പിൻവലിക്കുന്നു എന്നതിനാണ് ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാസെനേക്ക അറിയിച്ചിരിക്കുന്നത്. പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് യൂറോപ്യൻ കോടതിയിൽ അസ്ട്രാസെനേക്ക ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഈ സത്യവാങ്മൂലത്തിലാണ് വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് സമ്മതിച്ചത്. രക്തം കട്ടപിടിക്കൽ, പക്ഷാഘാതം, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയും എന്ന് തുടങ്ങിയ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് കമ്പനി സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. നിലവിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കില്ല, ഉൽപ്പാദനം നിർത്തും, ഉൽപ്പാദിപ്പിക്കുകയോ വിതരണം നടത്തുകയോ ചെയ്യില്ലെന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞു. വിപണിയിൽ ഉള്ള വാക്സിനുകൾ തിരിച്ചെടുക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു തീരുമാനത്തിന് പാർശ്വഫലവുമായി ബന്ധമില്ല. തീരുമാനം വന്നത് യാദൃശ്ചികമായൊരു തീരുമാനം. അതായത് മാർക്കറ്റിൽ നിലവിൽ കോവിഡിനെതിരെ നിലവിൽ ധാരാളം വാക്സിനുകൾ ലഭ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ വാണിജ്യപരമായ ഒരു തീരുമാനമെന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിക്കുന്നത്. നിലവിൽ ഈ ഒരു വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു കാര്യത്തിൽ ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. നേരത്തെ തന്നെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്കെതിരെ കേസുകളുണ്ട്. 50-ലധികം കേസുകളാണ് ഈ അസ്ട്രാസെനക്കെതിരെ നിലവിലുള്ളത്. ഈ ഒരു വാക്സിൻ പിൻവലിക്കുന്നതിന് മാർച്ച് 5-നാണ് കമ്പനി അനുമതി തേടി അപേക്ഷ സമർപ്പിച്ചത്. ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ മാർച്ച് 5-നാണ് സമർപ്പിച്ചത്. ഇതിന് അംഗീകാരം ലഭിക്കുന്നത് ഇന്നലെയാണ്. തൊട്ടു പിന്നാലെയാണ് ഈ വാക്സിൻ പിൻവലിക്കുന്നതായി കമ്പനി അറിയിച്ചിരിക്കുന്നത്. യൂറോപ്പിൽ വാക്സ്വേറിയ എന്ന ഒരു വാക്സിനാണ് ഉപയോഗിക്കുന്നത്. ഇത് പൂർണ്ണമായും പിൻവലിക്കുന്നതിന് അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ഇനി വിപണിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാക്സിനുകളും കമ്പനിയുടെ വാക്സിനെല്ലാം തിരികെ വിളിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. കോവിഷീൽഡ് വാക്സിൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നതാണ് അസ്ട്രാസെനേക്ക എന്ന ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. SKN. താങ്ക് യു മെറിൻ മേരി ചാക്കോ. ചില പ്രേക്ഷകരൊക്കെ പറയുന്നു, ഞങ്ങൾ ഈ വാക്സിൻ എടുത്തവരാണ്, ഞങ്ങൾ കോവിഷീൽഡ് വാക്സിൻ പിൻവലിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്. ഇന്ത്യയിലെ ഈ കമ്പനിക്ക് വേണ്ടി വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അങ്ങനെ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതി കൊടുത്ത് നഷ്ടപരിഹാരം നേടാൻ എല്ലാ നിയമപരമായ അർഹതയും ഉണ്ട്.